നമസ്കാരം. ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV ഇൻഫെക്ഷൻ ആൻഡ് ഇറ്റ്സ് പ്രിവെൻഷൻ. എന്താണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ? അത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻ ആണ്. അതിന്റെ ഏറ്റവും ഡേഞ്ചറസ് പാർട്ട് എന്താന്ന് പറഞ്ഞാൽ അതൊരു വലിയ സിംറ്റം ഒന്നും വരണമെന്നില്ല. മിക്കവാറും പേർക്ക് എസിംറ്റമാറ്റിക് ആയിട്ട് തന്നെ, സിംറ്റം ഇല്ലാതെ തന്നെ വന്നു പോകും. പക്ഷെ വന്നു പോയാലും നമ്മളുടെ ഇമ്മ്യൂണിറ്റി അനുസരിച്ചിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അത് ക്ലിയർ ചെയ്യും. പക്ഷെ ഒരു 10% ഹ്യൂമൻ പാപ്പിലോമ വൈറസ് നമ്മുടെ ദേഹത്ത് തന്നെ കിടക്കും. അത് പിന്നീട് നമ്മുടെ ഓർഗൻസിന്റെ സ്ക്വാമസ് ലൈനിങ്ങിലെ ഇൻഫെക്ട് ചെയ്തിട്ട് ഒരു 10-20 വർഷം കഴിയുമ്പോൾ അത് ക്യാൻസർ ആയിട്ട് വരാറുണ്ട്. അത് നോർമലി ഏറ്റവും വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ക്യാൻസർ സ്ത്രീകളിലാണെങ്കിൽ സെർവൈക്കൽ, വെജൈനൽ, വൾവൽ, മെയിൽസിലാണെങ്കിൽ പീനൈൽ, ഓറോഫെറിഞ്ചിയൽ, ഏനൽ ക്യാൻസേഴ്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇത് സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റിലാണ് ഇത് കൂടുതലും. അപ്പൊ അത് പെനട്രേറ്റീവ് സെക്സോ അല്ലെങ്കിൽ നോൺ പെനട്രേറ്റീവ് സെക്സ് വഴിയാണെങ്കിലും സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റിലാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ശരിക്കും പറഞ്ഞാൽ ക്യാൻസറും ഉണ്ടാക്കും, അതേപോലെ തന്നെ ജെനൈറ്റൽ വാട്ട്സ് ഉണ്ടാക്കും. നമ്മൾ ചിലരെ എക്സാമിൻ ചെയ്യുമ്പോൾ അരിമ്പാറ പോലെയുള്ള കാര്യങ്ങൾ കാണാറുണ്ട്. അത് ഈ വൈറസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്കിത് പ്രിവെന്റ് ചെയ്യാവുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വാക്സിനേഷൻ അവൈലബിൾ ആണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനേഷൻ അവൈലബിൾ ആണ്. അത് 15 വയസ്സിന് താഴെയാണെങ്കിൽ 2 മാസത്തിന്റെ ഇടയ്ക്ക് വെച്ച് 2 ഡോസും, 15 വയസ്സിന് മുകളിലാണെങ്കിൽ 3 ഡോസുമാണ് കൊടുക്കാറ്. ഇപ്പൊ 0 ഇന്ന് എടുക്കുകയാണെങ്കിൽ കൃത്യം 2 മാസം കഴിയുമ്പോൾ സെക്കൻഡ് ഡോസും, അത് കഴിഞ്ഞ് ആദ്യത്തേതിന് 6 മന്ത്സ് കഴിയുമ്പോൾ 3rd ഡോസും എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. ഓൾവേസ് ഫസ്റ്റ് സെക്ഷൽ എക്സ്പോഷറിന് മുമ്പേ എടുക്കുന്നതാണ് നല്ലത്. 9 years to 45 years വരെ അത് എടുക്കാൻ പറ്റുന്നതാണ്. ഓൾവേസ് നമുക്കൊരു ക്യാൻസർ പ്രിവെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ അവയർനെസ് ഇന്നത്തെ കാലത്ത് ലിവ് ഇൻ റിലേഷൻഷിപ്പ്, സിറ്റുവേഷൻഷിപ്പ്, അങ്ങനെയുള്ള പല ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഡെയിലി ഞങ്ങൾക്ക് ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് പാപ്സ്മിയർ, നോർമൽ പാപ്സ്മിയർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ HPV ഡുയോ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അത് നോക്കുമ്പോൾ പലർക്കും പോസിറ്റീവായിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവയർനെസ് പ്രോഗ്രാം ചെയ്യാമെന്ന് തീരുമാനിച്ചത്. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി.